ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ആദുമോൻ്റെ സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ ചെയ്തിട്ടുള്ള ആഫ്റ്റർ ലുക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റേതായിട്ടുള്ള സംഭവങ്ങൾ, എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസും എൻ്റെ സംഭവങ്ങളൊക്കെ ഞാൻ അവിടെ നിന്ന് മാറ്റി വേറൊരു റൂമിലേക്ക് വെച്ചിട്ടുണ്ടെന്ന്. ആ റൂമാണ് ഇത്. ഇവിടെ ഈ റാക്കിൻ്റെ മേലെയായിട്ടാണ് ഞാൻ എൻ്റെ ബോക്സസൊക്കെ, ഞാൻ വല്ല കൊറിയറൊക്കെ വരുമ്പോഴുള്ള ബോക്സസൊക്കെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഈ വാർഡ്രോബിൽ ഫസ്റ്റ് 2 ഡോറുകൾ അത് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, കാരണം അതിൽ വീട്ടിലെ ഓൾഡായിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഡംപ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സ്പേസാണ്. പിന്നെ ഈ ഡോറിൽ ഇതേ ഫസ്റ്റ് മേലെ ഞാൻ കാണിച്ചല്ലോ, കുറച്ച് ഡയറീസാണ് എൻ്റെ വെച്ചിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തത് ഇതേ എൻ്റെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ്, അതായത് റെസിൻ പ്രൊഡക്ട്സൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അത് താഴെ നമ്മുടെ എഡ്യൂക്കേഷണൽ സംഭവങ്ങളൊക്കെ ഒരു 2 റെക്കോർഡുണ്ട്, പിന്നെ 2 ഫയൽ സർട്ടിഫിക്കറ്റ്സൊക്കെ, പിന്നെ അതിൻ്റെ താഴെ കുറച്ച് ഇപ്പോഴത്തെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഇവിടെ ഇങ്ങനെ ഒരു ഷെൽഫ് വെച്ചിട്ടുണ്ട്. ഇതിൽ മേലെ തന്നെ ഞാൻ വെച്ചിട്ടുള്ളത് കുറച്ച് ഓർഗനൈസ് ചെയ്യാൻ ഇനിയും ബാക്കിയുള്ള സംഭവങ്ങളാണ്. ഇതിലൊരു പെൻ നൈഫ് ഉണ്ട്, പിന്നെ കുറച്ച് പെൻസില് അങ്ങനത്തെ സംഭവങ്ങൾ, പിന്നെ എൻ്റെ ഹെഡ്സെറ്റ്, അങ്ങനത്തെ ഇനി ഓർഗനൈസ് ചെയ്യാനായിട്ട് ബാക്കിയുള്ള കുറച്ച് സംഭവങ്ങളെല്ലാം കൂടി അവിടെ 2 ബാസ്ക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ ഒരു കുഞ്ചിയാണ്, കുഞ്ചി എന്നാണ് ഇവിടെ പറയൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രണ്ട് ഭാഗം വൃത്തികേടായതുകൊണ്ട് തിരിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതൊരു പൗച്ചാണ് കേട്ടോ. ഇത് ഇങ്ങനെ സീക്വൻസ് ഇങ്ങനെ കളർ മാറുന്ന സൈസ് പൗച്ചാണ്. അത് ഞാനിങ്ങനെ ഒരു ഹാർട്ട് ഷേപ്പിൽ കളർ മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഞാനിതൊക്കെ കുളാക്കി. അത് ഞാൻ പിന്നെ റെഡിയാക്കിക്കൊണ്ട് ഇൻഷാ അല്ലാ. പിന്നെ ഇതേ ഒരു സ്കെച്ച് പെന്നിൻ്റെ കണക്ടർ പെൻസിൻ്റെ ഒരു ഇത് ഇങ്ങനെ റൗണ്ടിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ബാസ്ക്കറ്റിലും കുറച്ച് പഴയ ഓർഗനൈസ് ചെയ്യാനുള്ള സംഭവങ്ങൾ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് നോട്ട് ബുക്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് എൻ്റെ പേപ്പർ പാക്സൊക്കെ ആണ്. ഇതൊക്കെ ഞാൻ കുറേ മുമ്പ് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. പേപ്പർ പാക്സൊക്കെ ഞാൻ മേടിച്ചിട്ട് ഒരുപാടായി, ഇപ്പോൾ അടുത്തൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ഇതേ സൈഡിലായിട്ടുള്ള ഈ പൗച്ചിൽ എൻ്റെ കുറച്ച് വൂളൺ ത്രെഡ്സ്, പേപ്പർ ത്രെഡ്സ്, പിന്നെ കുറച്ച് ഫെതേഴ്സ് ഉണ്ട്, കളർ ഫെതേഴ്സ്, പിന്നെ ഒരു ഗ്രീൻ ടേപ്പ്. ആ ഗ്രീൻ ടേപ്പ് എങ്ങനെ അതിൽ വന്നതെന്ന് എനിക്കറിയില്ല. അത് ഞാൻ വാഷി ടേപ്പിൻ്റെ കൂടെയാണ് സാധാരണ വെക്കാറ്. എന്തായാലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ ഇവിടെ അതിൻ്റെ ഓയിൽ പേസ്റ്റിൽ, പിന്നെ അതൊരു വൈറ്റ് അക്രലിക് പെയിൻറ്റിൻ്റെ വലിയൊരു ഡബ്ബ. എനിക്ക് എപ്പോഴും അധികം വൈറ്റാണ് യൂസ് ചെയ്യാറ്, അപ്പോൾ അങ്ങനെ മേടിച്ച് വെച്ചതാണ്. പിന്നെ ഈ ഒരു ബോക്സിൽ എനിക്ക് തോന്നുന്നു ഗ്ലാസ് പെയിൻറ്റ്സ് ആണെന്ന്, യെസ് ഗ്ലാസ് പെയിൻറ്റ് തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ വേറൊരു ബോക്സിൽ ഇതേ 2 ഫാബ്രിക് ലൈനേഴ്സാണ്. ഫാബ്രിക് ലൈനേഴ്സ് ഞാൻ ഫാബ്രിക്കിലല്ല ലൈൻ ചെയ്യാൻ യൂസ് ചെയ്യാറെന്നുള്ളൂ. പിന്നെ ഇത് 2 പെയിൻറ്റിൻ്റെ പാലറ്റ് ഉണ്ട്. പിന്നെ താഴെ ആ ഒരു ബോക്സിൽ നിറയെ എൻ്റെ അക്രിലിക് പെയിൻറ്റ്സിൻ്റെ പല കളേഴ്സും ഒക്കെയാണ്. പിന്നെ ഈ ഒരു ബോക്സ് ഇതിൽ സ്റ്റിക്കേഴ്സാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ പ്രിൻ്റ് എടുക്കുമ്പോഴൊക്കെ സൈഡിൽ സ്പേസ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ സ്പേസിൽ വല്ല സ്റ്റിക്കേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കലുണ്ട്. അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് വെക്കും. അപ്പം പലയിടത്തായിട്ട് തിരഞ്ഞ് മിസ്സാവുന്ന പരിപാടിയില്ലല്ലോ. ഇതാണ് ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സാണ് അതിലുള്ളത്. പിന്നെ ഇത് എൻ്റെ സ്വന്തം കസ്റ്റമേഴ്സിലായിട്ടുള്ള എന്താണ് ലോഗോ ഒക്കെ ഉള്ള സ്റ്റിക്കേഴ്സ്, താങ്ക് യു നോട്ട്, താങ്ക് യു കാർഡ്, താങ്ക് യു സ്റ്റിക്കേഴ്സൊക്കെ ആണ്. ഈ ഒരു ബോക്സ് ഇവിടെ റമളാൻ്റെ മുന്നേ ഈത്തപ്പഴം ചലഞ്ച് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇങ്ങനെ എന്തോ ഫണ്ട് റേസിങ്ങിൻ്റെ, അതിന് ഈത്തപ്പഴം ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ബോക്സാണ് കേട്ടോ. പിന്നെ ഇതാണ് എൻ്റെ ഓൾ ഇൻ ഓൾ എന്താ പറയുക, ഡംപ് ചെയ്യുന്നൊരു സ്ഥലമാണ്. ഞാൻ ഇത് ഇവിടെ അല്ല, ഞാൻ മറ്റേ ആസിമോൻ്റെ റൂമിൽ അതിൻ്റെ ടൈമിൽ അലമാരേൻ്റെ മേലെ ഇരുന്നു അതിൻ്റെ സ്പേസ്. പക്ഷേ ഇപ്പം തൽക്കാലം ഇങ്ങോട്ട് മാറ്റിയതാണ്. അതൊക്കെ ഇനി എടുത്ത് ഒന്നുകൂടി ഓർഗനൈസ് ചെയ്യാനുണ്ട്. പിന്നെ ഇങ്ങനെ 2 ബോക്സിലായിട്ട് വാഷി ടേപ്സ് ഉണ്ട്. ഇത് കുറേ അധികവും പഴയ മോഡൽ, ആ ഒരു ഗ്ലോസി ടൈപ്പ് ഉള്ളതാണ്. പിന്നെ കുറച്ച് ന്യൂ കളക്ഷൻസ്, ഒരു 3-4 ന്യൂ കളക്ഷൻസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഏറ്റവും താഴെ ഫയലുകളാണ്. ഒരു ഫയലിൽ എൻ്റെ സ്റ്റിക്കേഴ്സാണ്, മറ്റൊരു ഫയലിൽ ഇങ്ങനെ ഫോം ഷീറ്റ്, കളർ പേപ്പേഴ്സ്, അങ്ങനത്തെ മൾട്ടി കളറായിട്ടുള്ള സംഭവങ്ങൾ. പിന്നെ ഒരു പേപ്പറിൽ എൻ്റെ സ്ക്രാപ്പ് പേപ്പേഴ്സിൻ്റെ കളക്ഷൻ, അതായത് ഈ ഒരു കവറിൽ നിന്ന്, ഈ പേപ്പർ കവറിൽ നിന്നൊക്കെ കീറിയെടുത്തിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള പേപ്പേഴ്സൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒക്കെ സ്ക്രാപ്പ് പേപ്പേഴ്സൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളൊരു ഫയൽ. അങ്ങനെ ഒരുപാട് ഫയലുണ്ട്. പിന്നെ ഇതിൻ്റെ ടേബിളിൻ്റെ അവിടെ വരുമ്പം ഇങ്ങനെ ഒരു പെൻ സ്റ്റാൻഡ് കാണാം. അതിൽ എല്ലാ ടൈപ്പ് പെന്ന്, മാർക്കർ, ഗമ്മ്, കളർ പെൻസ്, സ്കെച്ച് പെൻസ്, അങ്ങനെ എല്ലാം കൂടെ തിരികെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഓർഗനൈസ് ചെയ്യാനുണ്ട്, അതൊന്ന് റീപെയിൻറ്റ് ചെയ്തൊക്കെ വെക്കാനുണ്ട്. അതിലുള്ള ഫ്ലവേഴ്സൊക്കെ ഊരിപ്പോയിട്ടുണ്ട്. പിന്നെ ഇത് വലിയ കുഴപ്പമില്ല. ഇതിൽ ഞാൻ എൻ്റെ കാലിഗ്രഫി പെന്ന്, പെയിൻറ്റിങ് ബ്രഷ്, പിന്നെ ഡ്രോയിങ് പെൻസിൽസ്, സിസേഴ്സ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ 2
പെൻ സ്റ്റാൻഡാണ് ഇവിടെ ഉള്ളത്, പെൻ ഓർഗനൈസർ അങ്ങനെ പറയാം. പിന്നെ അത് ഇതുപോലൊരു ഗ്രിഡ് ഞാനും വെച്ചിട്ടുണ്ട്, ഇത് ഇവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ, അതുമോൻ്റെ ടേബിളിൽ വെച്ച് കൊടുത്ത പോലെ. പിന്നെ ഇവിടെ ഒരു ഒരു പെൻ സ്റ്റാൻഡ് തന്നെ വരയിൽ വരുന്നത്, അവിടെ ഒരു മൊബൈൽ സ്റ്റാൻഡ് ഉണ്ട്. പിന്നെ ഇത് ഞാൻ കുറേ മുന്നേ ചെയ്തിട്ടുള്ളൊരു പെയിൻറ്റിംഗ് ആണ്, അതൊക്കെ ഒന്ന് റീപെയിൻറ്റ് ചെയ്ത് ഒന്നുകൂടി സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ എൻ്റെ വാട്ടർ ബോട്ടിൽ, വെള്ളം മസ്റ്റാണ്, അത് ഏത് മഴക്കാലമാണെങ്കിലും വേനൽക്കാലമാണെങ്കിലും വെള്ളം കൂടി മസ്റ്റാണ്. അപ്പോൾ അതെപ്പോഴും എൻ്റെ കൂടെ റൂമിൽ അവിടെ വാട്ടർ ബോട്ടിലൊരു വെള്ളം ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ ഒരു ടേബിള് കമ്പ്യൂട്ടർ സ്റ്റാൻഡ് പണ്ടൊക്കെ നമ്മുടെ PC യൂസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ ഒരു സ്റ്റാൻഡാണ്. അപ്പോൾ അത് ഞാൻ വൈറ്റ് പെയിൻറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതൊരു വുഡൻ ഷെയ്ഡായിരുന്നു, അത് ഞാൻ വൈറ്റ് പെയിൻറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എൻ്റെ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് നോട്ട്ബുക്സും പിന്നെ ഒരു പഴയ വാട്ടർ ബോട്ടിൽ മാത്രമേ അതിൽ വെച്ചിട്ടുള്ളൂ. അതിലേക്കൊക്കെ ഇനി മറ്റ് ബോക്സൊക്കെ ഒഴിവാക്കുമ്പോൾ ഓർഗനൈസ് ചെയ്ത് വെക്കാനുണ്ട്. പിന്നെ കുറച്ച് ഓർഗനൈസേഴ്സും ഇതിലേക്ക് സെറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. പിന്നെ ഞാൻ ഇതിൽ കാണിച്ചു തരാൻ വിട്ടുപോയൊരു സംഭവം, ഇതേ നടുക്കിരിക്കുന്നു. ആദുമോന് പണ്ട് കുറേ മുന്നേ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആദുമോന് മീൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു അക്വേറിയം. മീൻ ഇത് പ്ലാസ്റ്റിക്കാണ്, ഗ്ലാസ് അല്ല. അതിപ്പോൾ ഞാൻ എൻ്റെ ഡസ്റ്റ്ബിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.